വിപ്ലവങ്ങളുടെയും സാമ്രാജ്യത്വ വിരുദ്ധതയുടെയും ആവേശം നെഞ്ചിൽ സൂക്ഷിക്കുന്ന ചിലിയൻ ജനത വീണ്ടും ചരിത്രം രചിക്കാൻ ഒരുങ്ങുകയാണ്. അമേരിക്കൻ ലോക പോലീസിനെയും പ്രാദേശികമായ അവരുടെ പാവഭരണകൂടങ്ങളെയും നിരന്തരം ചെറുത്തു തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന തെക്കേ അമേരിക്കൻ ജനത ചിലിയിൽ ഒരിക്കൽ കൂടി ചെങ്കൊടി ഉയർത്തുമോ? കമ്മ്യൂണിസ്റ്റുകളെയും സോഷ്യലിസ്റ്റുകളെയും ക്രൂരമായി വേട്ടയാടി കൊല ചെയ്ത ഏകാധിപതിയായ പിനാഷയെ തൂത്തെറിഞ്ഞ ചിലിയൻ കമ്മ്യൂണിസ്റ്റുകൾ അവരുടെ വിജയത്തേരോട്ടം തുടരുന്നുവെന്നാണ് ചിലിയിൽ ഇപ്പോൾ നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ പ്രൈമറിയുടെ ഫലം വ്യക്തമാക്കുന്നത്. ചിലി പ്രസിഡന്റ് പ്രൈമറിയിൽ കമ്മ്യൂണിസ്റ്റ് നേതാവ് ജീനറ്റ് ജാര 60% അധികം വോട്ട് നേടിയാണ് വമ്പൻ വിജയം നേടിയിരിക്കുന്നത്. ഈ വിജയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനായി ചിലിയുടെ രാഷ്ട്രീയ ചരിത്രം അല്പമൊന്നോർത്തെടുക്കാം. 1970 സാൽവദോർ അലന്തെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് പാർലമെന്റിൽ രണ്ടാം വട്ടം നടന്ന വോട്ടെടുപ്പിലൂടെയായിരുന്നു. ആദ്യ വോട്ടെടുപ്പിൽ ആർക്കും 50% വോട്ടുകൾ നേടാൻ കഴിയാത്ത സാഹചര്യത്തിൽ അന്നത്തെ ഭരണഘടന പ്രകാരം ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ 2 സ്ഥാനാർത്ഥികളിൽ ഒരാളെ പാർലമെന്റ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ക്രിസ്ത്യൻ ഡെമോക്രാറ്റുകളുടെ പിന്തുണയോടെയാണ് അലന്തെ വിജയിച്ചത്. അത് ചിലിയിലെ കമ്മ്യൂണിസ്റ്റുകളുടെ വിജയമായിരുന്നു. 1973 സെപ്റ്റംബർ 11 നടന്ന പട്ടാള അട്ടിമറിയിലൂടെ അലന്തെ പുറത്താക്കപ്പെട്ടു. അമേരിക്കയുടെ തുണയിൽ നടന്ന ആ അട്ടിമറിയിൽ അലന്തെ കൊല്ലപ്പെട്ടു. ലോകത്താദ്യമായി നവ ലിബറലിസം ഒരു രാജ്യത്തിന്റെ ഔദ്യോഗിക നയമായി നടപ്പിലാക്കപ്പെട്ടത് ചിലിയിൽ പിന്നീട് വന്ന ഗവൺമെന്റിന്റെ കാലത്താണ്. 1973 സെപ്റ്റംബർ 11 നടന്ന പട്ടാള അട്ടിമറിയിലൂടെ നിലവിൽ വന്ന ജനറൽ അഗസ്റ്റോ പിനോഷയുടെ സൈനിക സ്വേച്ഛാധിപത്യ ഭരണം 17 വർഷത്തോളമാണ് രാജ്യത്ത് നിലനിന്നത്. ചിലിയിൽ കമ്മ്യൂണിസവും കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരും സോഷ്യലിസ്റ്റുകളും ഇനി ഒരിക്കലും തല ഉയർത്തരുത് എന്ന വാശിയോടെയായിരുന്നു അടിച്ചമർത്തൽ. ആയിരക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാരെയും ജനാധിപത്യവാദികളെയും പിനാഷെ കൊല്ലുകയും പീഡിപ്പിക്കുകയും കൽത്തടവറകളിൽ അടയ്ക്കുകയും ചെയ്തു. എങ്കിലും ആ കാലഘട്ടത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായിരുന്ന ലൂയി കൊർവാലിനെ പോലെ നിരവധി കമ്മ്യൂണിസ്റ്റുകാർ മരണം തരണം ചെയ്തു. കമ്മ്യൂണിസ്റ്റുകളും സോഷ്യലിസ്റ്റുകളും മറ്റ് സൈനിക ഭരണവിരുദ്ധ ശക്തികളും ഒളിവിലും തെളിവിലുമായി നടത്തിയ ദീർഘകാല പോരാട്ടം ഒടുവിൽ ഫലം കണ്ടു. ത്യാഗപൂർണമായ പ്രതിരോധത്തിലൂടെ പിനാഷെയുടെ സൈനിക ഭരണത്തിന് അന്ത്യം കുറിക്കാനായി. എന്നാൽ പിനാഷെ അധികാരമൊഴിഞ്ഞതിനു ശേഷം അധികാരത്തിലേറിയ ബൂർഷ്വാ ലിബറൽ കക്ഷികൾ സൈനിക ഭരണഘടനയും പിനാഷെ കാലത്ത് വേരുറപ്പിച്ച നവലിബറൽ നയങ്ങളും തുടരുകയും ചെയ്തു. അതേ രാജ്യത്ത് പിന്നീട് നവലിബറലിസത്തിന്റെ ശവക്കുഴി തോണ്ടപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത്. 2021 ഡിസംബറിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ 56% വ്യക്തമായ ഭൂരിപക്ഷത്തോടെയാണ് ഇടതുപക്ഷ മുന്നണിയുടെ നേതാവ് ഗബ്രിയൽ ബോറിക് അധികാരത്തിലെത്തിയത്. ഈ വിജയം സൈനിക സ്വേച്ഛാധിപത്യത്തെയും അതിനുശേഷം വന്ന നവലിബറൽ നയങ്ങളെയും പിനാഷെ കാലത്തെ ഭരണഘടനയെയും എതിർത്തു നടന്ന ദീർഘകാല പോരാട്ടത്തിന്റെ ഫലമായിരുന്നു. എന്നാൽ 2022 സെപ്റ്റംബറിൽ പുതിയ ഭരണഘടനയ്ക്ക് അംഗീകാരം തേടിയുള്ള വോട്ടെടുപ്പിൽ ലഭിച്ച ജനവിധി ഇടതുപക്ഷത്തിന് വലിയ ഞെട്ടലായിരുന്നു. ഭരണഘടന അംഗീകരിക്കപ്പെട്ടില്ല. പക്ഷേ ചിലിയിൽ നവലിബറൽ പാരമ്പര്യത്തിനെതിരായ ജനകീയ പോരാട്ടം തുടർന്നു. പുതിയ ഭരണഘടനയ്ക്കായുള്ള ആവശ്യവും അതിനായുള്ള രാഷ്ട്രീയ പ്രതിരോധം തീർക്കാനുള്ള സമ്മർദ്ദങ്ങളും ഇടതുപക്ഷത്തിന് വെല്ലുവിളിയായി നിലനിന്നു. ബോറിക് സർക്കാർ നടപ്പിലാക്കിയ പുതിയ പെൻഷൻ പരിഷ്കാരം സാമൂഹ്യ സുരക്ഷാ മേഖലയിലെ വലിയ മുന്നേറ്റമായി അംഗീകരിക്കപ്പെട്ടപ്പോഴും ഭരണഘടനാ പരിഷ്കാരത്തിന്റെ ഭാവി അനിശ്ചിതത്വത്തിൽ തുടർന്നു. ഈ വർഷം നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് രാജ്യം കണ്ട വലിയ സാമൂഹ്യ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിനിടയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇടതുപക്ഷ പ്രാഥമിക തെരഞ്ഞെടുപ്പിൽ ജീനറ്റ് ജാര ചരിത്ര വിജയം നേടിയത്. ജൂൺ 29 നടന്ന പ്രാഥമിക തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സഖ്യത്തിന്റെ മുൻ തൊഴിൽ മന്ത്രിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗവുമായ ജീനറ്റ് ജാര 60% വോട്ടുകൾ നേടിയാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ജാരയുടെ ഈ വിജയത്തിന്റെ കാരണം അവരുടെ വ്യക്തിത്വവും തൊഴിൽ മന്ത്രാലയത്തിലെ നേതൃപാടവവും ബോറിക് ഭരണത്തിൽ നടപ്പിലാക്കിയ പെൻഷൻ പരിഷ്കാരം ഉൾപ്പെടെയുള്ള നിയമങ്ങൾ നടപ്പാക്കാൻ നടത്തിയ ചർച്ച നയതന്ത്ര മികവുമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. പ്രധാന എതിരാളിയായ മുൻ ആഭ്യന്തരമന്ത്രി കരോലിന തോഹയോടൊപ്പം വേദിയിലെത്തിയ ജാര വലതുപക്ഷ തീവ്രവാദത്തിന് എതിരായി രാഷ്ട്രീയ സാമൂഹിക ഐക്യത്തോടെ മുന്നോട്ടു പോകണം എന്ന ആഹ്വാനം ഉയർത്തി തന്റെ രാഷ്ട്രീയ വ്യക്തത തുറന്നു കാണിക്കുകയുണ്ടായി. ഇടതുപക്ഷത്തിനുള്ളിലെ വ്യത്യാസങ്ങൾ തടസ്സങ്ങളല്ല, അവ അവസരങ്ങളാണ് എന്ന നിലപാട് പ്രഖ്യാപിക്കുക വഴി വിശാല ഇടതുപക്ഷ ഐക്യത്തിന്റെ ആവശ്യകതയും പറഞ്ഞുവെക്കുന്നു. 51 വയസ്സുകാരിയായ ജീനറ്റ് ജാര നവംബർ 16 നടക്കുന്ന ആദ്യ റൗണ്ടിൽ വലതുപക്ഷ സ്ഥാനാർത്ഥികളായ എവലിൻ മത്തേ, ജോസ് ആന്റോണിയോ കാസ്റ്റ്, ജൊഹനാസ് കൈസർ എന്നിവരെയാണ് നേരിടേണ്ടത്. സാന്റിയാഗോയിലെ തൊഴിലാളി കുടുംബത്തിൽ ജനിച്ച ജാര
അഭിഭാഷകയും പബ്ലിക് അഡ്മിനിസ്ട്രേറ്ററുമാണ്. 2016 മിഷേൽ ബാച്ചിലേറ്റ് സർക്കാരിൽ സാമൂഹ്യ സുരക്ഷാ ഉപസെക്രട്ടറിയായും 2022 ബോർഗ് സർക്കാരിൽ തൊഴിൽ മന്ത്രിയായും പ്രവർത്തിച്ചിരുന്നു. അക്കാലത്ത് നടപ്പിലാക്കിയ മിനിമം കൂലി വർദ്ധിപ്പിക്കൽ, ജോലി മണിക്കൂർ കുറയ്ക്കൽ, പെൻഷൻ പരിഷ്കാരം എന്നിവയിലൂടെ അവർ ജനപ്രീതി നേടി. ജാരയുടെ രാഷ്ട്രീയ ശൈലി കൂടുതൽ തുറന്നതും സംവാദപരവുമായതുമാണെന്നാണ് പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം. ഈ വിജയം ചിലിയിലെ പരമ്പരാഗത സോഷ്യൽ ഡെമോക്രസിക്ക് തിരിച്ചടിയാണ് എന്ന വിലയിരുത്തലുമുണ്ട്. നിലവിൽ ഇടതുപക്ഷ ഐക്യം നിലനിർത്തൽ, കേന്ദ്ര വോട്ടർമാരെ ആകർഷിക്കൽ, ശക്തമായ സാമ്പത്തിക സുരക്ഷാ നയങ്ങൾ അവതരിപ്പിക്കൽ എന്നിവയാണ് ജാരയുടെ മുന്നേറ്റത്തിന് നിർണായകമായതെന്ന് വിലയിരുത്തുന്നു. വലതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിനെ കമ്മ്യൂണിസത്തിനെതിരായ റഫറൻഡമായി മാറ്റാൻ ശ്രമിക്കുമെന്നും കൂടി രാഷ്ട്രീയ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നു. ഇനി മുന്നോട്ടു പോകുന്നത് എളുപ്പമല്ല, പക്ഷേ ജീനറ്റ് കഠിനമായ പോരാട്ടങ്ങൾ നേരിടാൻ അറിയുന്നവളാണ് എന്ന് നിലവിലെ പ്രസിഡന്റ് ബോറിക് പറഞ്ഞത് ഈ സാഹചര്യത്തിലാണ്. നമ്മുടെ രാജ്യത്തെ കൂടുതൽ നീതിയുള്ളതും സുരക്ഷിതമായതും സന്തോഷകരമായതുമാക്കാൻ ഐക്യത്തോടെ മുന്നോട്ടു പോവണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആഹ്വാനം. അത്തരമൊരു ചിലിയെ സാധ്യമാക്കാൻ ചിലിയൻ ജനത ആശ്രയിക്കുന്നത് കമ്മ്യൂണിസ്റ്റായ ജാരയുടെ നേതൃത്വത്തെയാണ്. ആ പ്രതീക്ഷ സഫലമാകുമോ എന്നറിയാൻ നവംബർ വരെ കാത്തിരിക്കാം.